പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് യഥാർത്ഥ ജീവിത വിജയം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സംതൃപ്തി ഉണ്ടാകേണ്ടത് നമ്മുടെ മനസ്സിലാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും വളരെ വ്യത്യസ്തമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മരം എടുത്താൽ അതിൻ്റെ 1000 ഇലകളും 1000 തരം ഇലകൾ എന്നേ നമുക്ക് പറയാൻ കഴിയൂ. ഒരു ഇല പോലും ഒരിക്കലും മറ്റൊരിലയോട് സാമ്യമായി സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യ സൃഷ്ടിയും. നിറയെ മാമ്പഴമുള്ള ഒരു മാവിൽ നിന്നും ഒരു കാക്ക ഒരു പഴുത്ത മാമ്പഴം കൊത്തി താഴെയിട്ടു. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരാള് ഓടി വന്നിട്ട് ആ മാങ്ങ കയ്യിലെടുത്തു. ആ മാങ്ങ കയ്യിലെടുത്ത് തിരിച്ചു മറിച്ചൊക്കെ നോക്കിയ സമയത്ത് അതിന്റെ ഒരു വശത്തായിട്ട് ഒരു കേട് കാണുവാൻ കഴിഞ്ഞു. ഈ സമയം അയാൾ ചിന്തിക്കുകയാണ്, എനിക്ക് ഇതുപോലെ കിട്ടുന്നതെല്ലാം എപ്പോഴും കേടുള്ളതായിരിക്കും, ഇതെന്റെ വിധിയാണ്. താൻ എവിടെ ചെന്നാലും ഈ ദുർവിധി തന്നെ പിന്തുടരുമെന്ന് സ്വയം പഴിച്ചുകൊണ്ട് അദ്ദേഹം ആ മാമ്പഴം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ആ പാവ മനുഷ്യൻ സ്വയം പരിതപിച്ചുകൊണ്ട് നടന്നു നീങ്ങി. അങ്ങനെ അടുത്തയാള് ആ മാവിന്റെ ചുവട്ടിലേക്ക് വന്നു. ഇതേ മാമ്പഴം തന്നെ അദ്ദേഹവും കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് ആ കേട് കണ്ടു. ആ കേട് കണ്ട സമയത്ത് അദ്ദേഹം മാവിന്റെ മുകളിലേക്ക് നോക്കി. അപ്പോ കാക്കയെ കണ്ടു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇത്രയ്ക്ക് മാമ്പഴം ഈ മാവിന്റെ മുകളിൽ ഉണ്ടായിട്ട് ഈ നശിച്ച കാക്കയ്ക്ക് കേടുള്ള മാമ്പഴം മാത്രമാണോ കൊത്തിയിടാൻ കണ്ടതെന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ആ കാക്കയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ആദ്യം വന്ന മനുഷ്യനാവട്ടെ, അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തി, സ്വയം പരിതപിച്ചു. എല്ലാം എന്റെ വിധിയാണ്, എനിക്ക് എന്നും ഈ ദുർവിധി മാത്രമേ ഉണ്ടാവൂ എന്ന് സ്വയം പഴിചാരി. പക്ഷെ രണ്ടാമത് വന്ന ആളുടെ ചിന്താഗതി കുറെ ഡിഫറെന്റ് ആണ്. അദ്ദേഹം ചിന്തിച്ചത് അദ്ദേഹത്തെ അല്ല പഴിചാരിയത്, നേരെ മറിച്ചോ നമ്മുടെ കാക്കയെയാണ് അദ്ദേഹം പഴിചാരിയത്. ഇങ്ങനെയുള്ള ആളുകൾ തന്റെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും. അതായത് ഇപ്പൊ ഓഫീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ തന്റെ കൊളീഗ്സ് കാരണമാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറയും. ഇനിയിപ്പോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വിവാഹ ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയതെന്ന് പറയും. ഇനിയിപ്പോ അതൊക്കെ പോട്ടെ, ഒരു കല്യാണത്തിന് സദ്യക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡിന് കുഴപ്പം വന്നാൽ പറയും അത് വിളമ്പുകാരന്റെ കുറ്റമാണെന്ന് പറയും. ഇങ്ങനെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇവർ സ്വയം കുറ്റമേൽക്കാതെ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടേയിരിക്കും എന്നതാണ് സത്യം. അല്പസമയം കഴിഞ്ഞപ്പോ അതിലെ മൂന്നാമതൊരാൾ കടന്നു വന്നു. അങ്ങനെ മറ്റു 2 പേരും ഉപേക്ഷിച്ചു പോയ ആ ഒരു മാമ്പഴം തന്നെ ഇദ്ദേഹം കൈകളിലെടുത്തു. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോ അതിൽ ചെറിയൊരു കേട് കണ്ടു. അപ്പൊ ഇദ്ദേഹം എന്താണ് പ്രവർത്തിച്ചതെന്നറിയോ? അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവമേ, ചെറിയൊരു കേടുള്ളതാണെങ്കിലും എനിക്ക് ഇത്ര മനോഹരമായ ഒരു മാമ്പഴം നീ തന്നല്ലോ. അങ്ങനെ അദ്ദേഹം ആ ഒരു കിട്ടിയ മാമ്പഴത്തിനും അത് കൊത്തിയിട്ട കാക്കയ്ക്കും നന്ദി പറയുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ആ കേടായ ഭാഗമെല്ലാം ചെത്തിക്കളഞ്ഞ് ആ മാമ്പഴം ആസ്വദിച്ച് കഴിച്ചു. ഈ മനുഷ്യന്റെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നെഗറ്റീവായ സാഹചര്യങ്ങളെയും പോസിറ്റീവാക്കി മാറ്റാൻ കഴിവുള്ളതാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ജീവിതത്തിൽ എപ്പോഴും വിജയം കൈവരിക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു സൈക്കിളുമായിട്ട് ആക്സിഡന്റ് ആയെന്ന് വിചാരിക്കുക. അപ്പൊ അവരെന്താ കരുതുക എന്നറിയോ? അതായത്, ഓ ദൈവമേ രക്ഷപ്പെട്ടു, കാരണം ആ ഒരു സൈക്കിൾ അല്ല, അതിന് പകരം ഒരു കാറോ ലോറിയോ ആയിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ, നീ എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവർ സ്വയം ആശ്വസിക്കും. അതിലൊരു പോസിറ്റിവിറ്റി അവരെപ്പോഴും കണ്ടെത്തും. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ 90% ചിലപ്പം എന്താ പറയുക, 100% ഒരു 2-3% നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആ ബുദ്ധിമുട്ടിലേക്ക് മാത്രമാണ് നമ്മുടെ എല്ലാ ഫോക്കസും കൊടുത്തിട്ടുള്ളത്. 90-98% നന്മയും നമ്മൾ കാണുന്നില്ല. അതിന് ഈശ്വരനോട് നന്ദി പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിലേക്കാണോ ആ കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനും അത് കുറെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുടനീളം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ വിചാരിക്കുക, എന്ത് തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഒരു പോസിറ്റീവായ സാഹചര്യം കണ്ടെത്തുകയും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇന്നു മുതൽ ദൈവത്തോട് മറക്കാതെ നന്ദി പറയുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുക.